അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിസ്ഡം സ്റ്റുഡൻസ് ഈ അവധിക്കാലത്ത് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ CRE പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അവധിക്കാലത്ത് മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പ്രിവിലേജാണ് സത്യത്തിൽ നമ്മൾ ഇതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയെന്നത്. നോക്കൂ, നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളും അല്ലാത്തവരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. കാരണം നമുക്ക് കുറഞ്ഞ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നതിലൂടെ ഒരുപാട് അറിവ് കിട്ടുന്നു, നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടുന്നു. അതിനേക്കാളൊക്കെ പ്രധാനം ഈ സമയവും അധ്വാനവും ഒക്കെ നമുക്ക് നന്മയിൽ ചിലവഴിക്കാൻ സാധിക്കുന്നു എന്നത് അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് തീരാനായി വളരെ 2-3 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൺലൈൻ CRE ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വളരെ മൗലികമായ, വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു കഥ പറയാം. ഒരു നാട്ടിൽ ഒരു വളരെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് പണം ഉണ്ടാക്കുന്ന ഒരാൾ, ഉദാഹരണത്തിന് നമുക്ക് ഈ ഇൻഷുറൻസ് കമ്പനി പോലെ കൊള്ളപ്പലിശ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പണം അത്യാവശ്യമായി വരുന്നവൻ്റെ ആ അത്യാവശ്യത്തെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് കടം കൊടുത്ത് അവർ ഈടുവാങ്ങുന്ന വസ്തുവിന് വലിയ പലിശ ഈടാക്കുക. 1 ലക്ഷമൊക്കെ കൊടുത്താൽ തിരിച്ചു തരുമ്പോൾ 1,20,000 പോലെ, ഫോർ എക്സാമ്പിൾ പറയാണ് കേട്ടോ, അതുപോലെ മടക്കി തരണമെന്ന വലിയ പലിശക്ക് കടം കൊടുക്കുന്നവരുണ്ട്. എന്നിട്ട് നോക്കൂ, എങ്ങനെയാണ് ഇവരുടെ ഒരു ജീവിതം ഉണ്ടാവുക? ഈ ആവശ്യക്കാരുടെ കണ്ണീര് അധ്വാനമാക്കുന്ന, അല്ലെങ്കിൽ ഈ കണ്ണീര് സമ്പാദ്യമാക്കി മാറ്റുന്ന ആളുകൾ അവരുടെ നോവും വേദനയും അവരെ പീഡിപ്പിച്ചും പണം തിരികെ കൊടുക്കാൻ കഴിയാതിരുന്നാൽ അവരുടെ വീട്ടിലെ, അവരുടെ സ്ത്രീകളെ, പെൺകുട്ടികളെ ഒക്കെ മാനഭംഗപ്പെടുത്തിയും പരിഹസിച്ചും അവരെ വേദനപ്പെടുത്തിയും ഒക്കെ അവരുടെ സമ്പത്ത് കൈക്കലാക്കി അത് അനുഭവിക്കുന്നവർ. അങ്ങനെ നാട്ടിലൊരു കുപ്രസിദ്ധനായ, അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ, ആ നിലക്ക് പ്രശസ്തനായ ഒരു കൊള്ളപ്പലിശക്കാരൻ വലിയ വീടും ആഡംബര സൗകര്യങ്ങളും ഒക്കെ കൂടി ജീവിക്കുന്ന ഒരു ചിത്രം നമ്മൾ മനസ്സിൽ കാണുക. ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ആ മതിലിനോട് ചേർന്ന് ഒരു സാധു വ്യക്തിയുണ്ട്. അന്നന്ന് കിട്ടുന്ന വരുമാനം അന്നന്ന് ചെലവാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെതല്ലാത്തൊരു കാരണം കൊണ്ട് കോമ സ്റ്റേജിൽ കഴിയുകയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അഥവാ വളരെ സൂക്ഷ്മതയിൽ, അവധാനതയിൽ പതുക്കെ വാഹനം ഓടിച്ചു പോകുന്ന ഇയാളുടെ വാഹനത്തിനെതിരെ വേറൊരാൾ വന്നു, അനിയന്ത്രിതമായി വണ്ടി ഓടിച്ച് വേഗത്തിൽ വന്ന് തട്ടി. ഇയാൾ വീണു, തലപൊട്ടി, ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നു. അങ്ങനെ കോമ സ്റ്റേജിൽ 4 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യനുമുണ്ട് എന്ന് കരുതുക. നോക്കൂ, അവൻ്റേതല്ലാത്ത കാരണം കൊണ്ട് നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന ഒരാളും, ചുമരിനിപ്പുറത്ത് അന്യനെ, മറ്റുള്ളവരെ പീഡിപ്പിച്ചും വേദനിപ്പിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആഡംബര ജീവിതം നയിക്കുന്നവരും. ഈ 2 വ്യക്തികളും മരിക്കുന്നതോടുകൂടെ പിന്നെ ചാപ്റ്റർ ക്ലോസ് ആവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് ഹോപ്പാണ് മനുഷ്യർക്ക് ജീവിതത്തെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നൽകുക? മരണത്തിന് ശേഷം ഒരു പരലോകവും, പരലോകത്ത് നമ്മുടെ നന്മ തിന്മകൾക്കനുസൃതമായ ഒരു വിധി തീർപ്പുമില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആളുകളെ പ്രയാസപ്പെടുത്തി പണമുണ്ടാക്കിയ വ്യക്തിയും തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് രോഗശയ്യയിൽ ജീവച്ഛവമായി കിടക്കേണ്ടി വന്ന വ്യക്തിയും തമ്മിൽ മരിക്കുന്നതോടുകൂടെ ഒരുപോലെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനിവിടെ നല്ലവനാകണം? സാധാരണ ഇവിടെ പറയാറുണ്ടല്ലോ, നന്മമരം എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്തിന് നന്മമരം ചമയണം? ഇസ്രായേലുകാർ ഫലസ്തീനികളെ പീഡിപ്പിക്കുന്നു. 70 വർഷമായി. നിങ്ങളുടെയൊക്കെ ഉപ്പയേക്കാൾ പ്രായമുണ്ട് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന്. ഇത്രയും കാലം അവരെ പീഡിപ്പിച്ച ഇസ്രായേലുകാർ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അവർക്ക് ദുനിയാവ് ആസ്വദിക്കണമെങ്കിൽ എന്ത് കാര്യവും ചെയ്യാമെന്ന് നമുക്ക് പറയാമല്ലോ. അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ലക്ഷ്യത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാകുന്നത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നമുക്കൊക്കെ മനപ്പാടമുള്ള ആയത്താണ്. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് പരലോകത്ത് കാണും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും പരലോകത്ത് കാണും. അതുകൊണ്ട് ആർക്കും രക്ഷപ്പെടുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ മരണത്തിന് ശേഷം പ്രതിഫലവും ശിക്ഷയും നൽകുമെന്ന വിശ്വാസമാണ് മനുഷ്യനെ ജീവിക്കാൻ, ധാർമ്മികമായി മോറലി ജീവിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പ്രേരിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗമെന്ന് പറയുന്നത് ഒരു കണ്ണും കാണാത്തതാണ്, ഒരു കാതും ആ സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. മാത്രമല്ല ഒരു മനുഷ്യൻ്റെ മനസ്സും സ്വർഗത്തെക്കുറിച്ച് വിഭാവന ചെയ്യുക പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര ആളുകളാണ്
ഞാൻ പറയുന്നത് തന്നെ മനസ്സിൽ ചിന്തിക്കുന്നത്, നമ്മൾ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ടീച്ചർ അവിടെ ചിലപ്പോൾ a+b² 2ab a² + 2ab + b² എന്നൊക്കെ എഴുതി പഠിപ്പിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഇക്വേഷൻസ് ഇങ്ങനെ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നുണ്ടാവും. അവിടെ ഇരിക്കുന്ന നമ്മളോ വരാനിരിക്കുന്ന പെരുന്നാളിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാകും, നമ്മൾ വിമാനം കയറി പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. നമ്മുടെ മനസ്സ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും യാത്ര ചെയ്യും. മനുഷ്യൻ്റെ മനസ്സിന് അത്ര പവർ ഉണ്ട് അല്ലേ. ഏത് രൂപത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരു പാലത്തിൻ്റെ ചോട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ മണിമാളികകളും ചുറ്റും അവരെ സേവിക്കാനുള്ള സെർവൻസും ഒക്കെയുള്ള ഒരു ലോകം മനസ്സുകൊണ്ട് ചിന്തിക്കാം. അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വലാ ഖത്തറ അലാ ഖൽബി ബശർ. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ എന്താണ്, ആസ്വാദനങ്ങൾ എന്താണ് എന്ന് മനുഷ്യൻ്റെ മനസ്സിന് സങ്കല്പിക്കുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഖുർആനും ഒക്കെ വിവരിച്ച് തന്നിട്ടുള്ള സ്വർഗീയ അനുഭൂതികൾ നമുക്കൊക്കെ ഈ ഇമാജിനേഷനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പം ഞാനൊക്കെ ഒരു വീട് ഉണ്ടാക്കാൻ ആലോചിച്ച് ഒരു സാധനം ഐഡിയ പറഞ്ഞുണ്ടാക്കിയാൽ അത് ഭയങ്കര ദുരന്തമായിരിക്കും. കാരണം എനിക്കത്ര ഇമാജിനേഷൻ കപ്പാസിറ്റി ഇല്ല. എന്നാൽ നല്ലൊരു ആർക്കിടെക്റ്റ് മനസ്സിരുത്തി ആലോചിച്ചാലോ വളരെ മനോഹരമായൊരു വീടുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഭൂമിയിൽ മനുഷ്യരിൽ ഏറ്റവും നന്നായി ഇമാജിനേഷൻ കപ്പാസിറ്റിയുള്ള വ്യക്തി സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ വർണ്ണനകൾ രേഖപ്പെടുത്തി വെച്ചാൽ എന്ത് മനോഹരമായിരിക്കും ആ ലോകം. പക്ഷെ അള്ളാഹു പറയാണ്, വലാ ഖത്തറ അലാ ഖൽബി ബശർ. മനുഷ്യൻ്റെ മനസ്സിന് സ്വർഗം എന്താണെന്ന് വിചാരിക്കാൻ സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഏതൊക്കെയോ ദുനിയവിയായ നിമിഷ നേരത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി എന്നെന്നും നിലനിൽക്കുന്ന, നശിച്ചു പോകാത്ത, രോഗങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത ദുനിയാവിനപ്പുറത്തുള്ള പരലോകത്തെ സ്വർഗീയ അനുഭൂതികൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ വിപരീതമായി നമ്മുടെ കർമ്മങ്ങൾക്കനുസൃതമായി ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിലോ നരകാഗ്നിയാണ്. നോക്കൂ, നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായാൽ അടുപ്പ് കൂട്ടും. അടുപ്പ് കൂട്ടുമ്പോൾ എന്താ വെക്കുക? കല്ലുകളാണ് വെക്കുക അല്ലേ. എന്താ കല്ല് വെക്കാൻ കാരണം? ആ കല്ല് ചൂടായി പൊട്ടി പാത്രം തകർന്നു പോവുകയില്ല. കാരണം ആ കല്ല് തീയെ പ്രതിരോധിക്കും, അല്ലെങ്കിൽ തീ കടന്നു കയറാതെ ആ കല്ല് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് കല്ല് വെച്ച് അടുപ്പ് കൂട്ടുന്നത്, മരം വെച്ച് അടുപ്പ് കൂട്ടാറില്ല. ഖുർആൻ പറയാണ്, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യൻ്റെ പച്ചയായ മാംസവും ഈ കല്ലുകളുമാണ് അള്ളാഹു നരകത്തിൻ്റെ ഇന്ധനങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും നമുക്ക് താങ്ങുക സാധ്യമല്ല. ഈ പൊരി വെയിലത്ത് ഒന്ന് പുറത്ത് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ചൂടുകാലത്ത് എന്തൊക്കെ പ്രയാസങ്ങളാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ ശ്രദ്ധേയമായ വാചകം, പലപ്പോഴും നരകശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പറയും, ദൂഖു അദാബൽ ഹരീഖ്, ദൂഖ്, നിങ്ങൾ ആസ്വദിക്കുക എന്നാണ് ഖുർആൻ പറയുക. എങ്ങനെയാണ് ഒരു മനുഷ്യന് ശിക്ഷ ആസ്വദിക്കാൻ കഴിയുക? നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ മാത്രം, നരകശിക്ഷയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറയാം. നമുക്ക് ഈ ദുനിയാവിൽ സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഒരു ശമനം കിട്ടാൻ, നമുക്കൊരു റിലീഫ് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ കാറ്റും തണലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോകും. കാറ്റുള്ളടുത്ത് നിന്നാൽ നല്ല സുഖം ഉണ്ടാകും, ചൂടിൽ നിന്ന് രക്ഷ കിട്ടും, തണലുണ്ടെങ്കിൽ രക്ഷ കിട്ടും. എന്നാൽ അസ്ഹാബു ഷിമാലിമ അസ്ഹാബു ഷിമാൽ ഫി സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം. നരകത്തിലെ ആളുകൾ, അവർക്ക് അടിക്കുന്ന കാറ്റ് അത്ര തീക്ഷ്ണമായ ചൂടുള്ള കാറ്റായിരിക്കും. മാത്രമല്ല അവർക്ക് തണൽ വിരിക്കപ്പെടും. അപ്പോൾ തണൽ കിട്ടുമ്പോൾ അവർ വിചാരിക്കും, ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി തണലിലേക്ക് മാറി നിൽക്കുമ്പോൾ വദില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകകൾ കൊണ്ടുള്ള തണൽ അവർക്ക് വിരിക്കപ്പെടും. അപ്പോൾ അവരുടെ ശിക്ഷ വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുക എന്നർത്ഥം. പാനീയം അവർക്ക് നൽകപ്പെടും. നല്ല തണുത്ത വെള്ളം കുടിച്ചാൽ ചൂടിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും അല്ലേ. നരകത്തിയിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നരകവാസികളായ ആളുകൾ പാനീയം കുടിക്കും. വസുഖൂ മാഅൻ ഹമീമൻ ഫഖത്വഅ അംആഅഹും. അവരുടെ തലയോട്ടുകൾ പൊട്ടുമാറ് അവർക്ക് വേദനയുണ്ടാക്കുന്നതായിരിക്കും നൽകപ്പെടുന്ന പാനീയമെന്നാണ്. തലയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴിച്ചാൽ നമുക്ക് എന്തൊരു സുഖം കിട്ടും ചൂടുകാലത്ത്. എന്നാൽ നരകവാസികളായ ആളുകൾ സുമ്മ സുബ്ബു ഫൗക റഅസിഹി മിൻ അദാബിൽ ഹമീം, അവരുടെ തലക്ക് മുകളിലൂടെ ആ ഹമീം എന്ന പാനീയത്തിൽ നിന്ന് തന്നെ അവരുടെ തലക്ക് മുകളിലൂടെ ഒഴിക്കപ്പെടുമെന്നാണ്. അപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെയുള്ള വേദനയാണ് അവർക്ക് അനുഭവപ്പെടുക. വസ്ത്രം ചൂടിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. സറാബീലുഹും മിൻ ഖത്തിറാൻ, ടാർ കൊണ്ടുള്ള വസ്ത്രം അവരുടെ മേൽ ധരിപ്പിക്കപ്പെടും. അവരുടെ ശിക്ഷ
പിന്നെയും വർദ്ധിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് താങ്ങാൻ കഴിയാത്ത നരകശിക്ഷ അത് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി നരകത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ആസ്വാദനങ്ങളുടെ ഭൂമിയായ, ആസ്വാദനങ്ങളുടെ ലോകമായ സ്വർഗത്തെ നൈമിഷികമായ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും വേണ്ടി നമ്മൾ വേണ്ട എന്ന് വെക്കാൻ പാടില്ല. നന്നായി കൊതിക്കണം, സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറാത്തിൻ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ആരെങ്കിലും 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അള്ളാഹിനോട് പറയും, അള്ളാഹുവേ ഇന്ന വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വമനിസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ ഖാലത്തിന്നാറു അല്ലാഹുമ്മ അജിർഹു മിനന്നാർ. ആരെങ്കിലും നരകത്തിൽ നിന്ന് 3 തവണ മോചനത്തെ ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ നീ ഈ മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനേക്കാൾ മനോഹരമായ സ്വർഗത്തിൽ നമുക്ക് ഒന്നിച്ചൊരുമിച്ച് കൂടിയിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.